ആ ആ ಊರು ನಿಂದು ಬೇರೆ ಬೇರೆ ಊರು ಹೋಗ್ತಾರೆ 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 ಏನೋ ಪ್ರಶ್ನೆ ಇದೆ ಅಲ್ಲಿ ಊರು ಅಲ್ಲಿಂದ ಬೇರೆ ಊರಿಗೆ ಹೋಗ್ತಾರೆ ಒಬ್ರು ಜನ ಮತ್ತೆ ಒಬ್ರು ಜನ ಬೇರೆ ಊರಿಗೆ ಹೋಗಿದ್ದಾರೆ. റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം ശിവണ്ണയും പ്രഭുദേവയും ഒന്നിക്കുന്ന അതിൽ 2 സോങ് വന്നതാണ്. പക്ഷെ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. സംഭവം വന്നേക്കുന്നത് എന്തോ ക്യാരക്ടർ ടീസർ ആണ്. പടത്തിന്റെ പേര് കരാടക ദമനക വി ഹരികൃഷ്ണ മ്യൂസിക്കലിൽ യോഗരാജ് ഭട്ടിന്റെ പടം. അതായത് യോഗരാജ് ഭട്ടിന്റെ പടം ഗാലിപ്പട്ട മാത്രല്ല, നമ്മുടെ മുങ്കാരുമലേ യോഗരാജ് ഭട്ടിനെ. അപ്പൊ ആ ഒരു മോഡ്, അതായത് ആ ഒരു പടമൊക്കെ മറ്റേ റൊമാൻറ്റിക് അല്ലെങ്കിൽ കോമഡി ആ ഒരു മോഡാണ്, ഫീൽ ഗുഡ് സ്റ്റൈലാണ്. പക്ഷെ ഇവിടെ പ്രഭുദേവ് വരുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ശിവണ്ണ ആയതുകൊണ്ട് നമുക്കറിയില്ല ഇന്ന് മോഡായിരിക്കും പോവാൻ പോകുന്നത്. മുന്നേ ഇതിന്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റോ എന്തോ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു റിയാക്ട് ചെയ്തിരുന്നത്. അന്നേരം കാണിച്ചത് ഒരു വേറൊരു വൈബിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ സോങ് എന്ന് പറയുന്നത് ഭയങ്കര വൈബ് സോങ് ആയിരുന്നു. വൈബ് എന്ന് വെച്ചാൽ പക്ക വേറെ ലെവൽ വൈബായിരുന്നു സോങ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ജോണർ ഏകദേശം ഒന്ന് മനസ്സിലായില്ല എന്താ സംഭവം. അപ്പൊ നമുക്ക് നോക്കാം. ഓ രണ്ടുപേരും ഒരുമിച്ചാ? സോങ്ങിലൊക്കെ അവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വൈബ് വന്നല്ലേ അല്ലേ? രണ്ട് യൂത്തന്മാരോ ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ಏನಿದು? ಗೊತ್ತಾಗಿಲ್ಲ. ദൊഡ്ഡ് കഥ എന്ന് പറയുമ്പോ വലിയ കഥ പറയാന്ന് പറയുമ്പോഴേക്ക് മറ്റേ വേഗം ഒന്നും ചോദിക്കുന്നു കാര്യങ്ങള്. മാറ്റട 8 മാർച്ചോ അടുത്തല്ലേ? കരാട്ടക ദമനക എന്താ മീനിങ്? കുറച്ചൊരു ഡിഫറെന്റ് മീനിങ് പോലില്ലേ? പക്ക കർണാടക ഒരു അല്ലെങ്കിൽ പക്ക കന്നഡ പോലെ ഉണ്ട്. ശരിക്കും നമുക്ക് മനസ്സിലായില്ല എന്താ സംഭവം. പക്ഷെ ഇവർ രണ്ടുപേരും ബ്രദേഴ്സ് ആണോ, ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ, ഇവർ രണ്ടുപേരും കസിൻസ് ആണോ, എന്താ സംഭവം മനസ്സിലായി. പക്ഷെ എപ്പോഴും കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് ഫസ്റ്റ് കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒരു ആക്ഷൻ വൈബിലോട്ടാ പോകുന്നത്. അതായത് യോഗരാജ് ഭട്ട് വേറെ സ്റ്റൈല് മാറ്റി പിടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, കാരണം ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടിന്റെ ആ ഒരു വൈബ് തന്നെയാണ്. അതായത് പക്ക യോഗരാജ് ഭട്ട് പടം അല്ലെ, ആ ഒരു സാധനം ഉണ്ട്. യോഗരാജ് ഭട്ട് പടത്തിന്റെ ആ ഒരു വൈബ് നമ്മൾ 2024 കിട്ടിയ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ വിത്ത് ആഡഡ് ന്യൂ അതിലെന്ന് പറയുന്നത് നമ്മളെ ശിവണ്ണയും പ്രഭുദേവിയും ആ ഒരു ഇത്രയും പ്രായത്തിലും എനർജറ്റിക് ആയിട്ട് അവര് യൂത്ത് ആയിട്ട് പേർക്കും സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ പറ്റും. രണ്ടുപേരും നല്ല കിഡായിട്ട് ഡാൻസ് ചെയ്യും. രണ്ടുപേർക്കും കോമഡി നന്നായിട്ട് വശം പോവുകയും ചെയ്യും. അതാണ് ഈ രണ്ടുപേരുടെ പ്രത്യേകത. പ്രത്യേകിച്ച് പ്രഭുദേവ് ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാണ്ടിരിക്കില്ല. ആ ഒരു എന്റർടൈൻമെന്റ് മോഡിൽ തന്നെ ആയിരിക്കും പോണത്. പക്ഷെ എന്താ കോൺസെപ്റ്റ് എന്തെങ്കിലും മനസ്സിലായോ? അതാണ് അവർ കറക്റ്റ് എടുത്ത് പറഞ്ഞത്. ക്യാരക്ടർ ടീച്ചർ മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾ വേറൊന്നും ഉദ്ദേശിക്കേണ്ടെന്നുള്ള
രീതിയിലാണ്. എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് എന്തോ പ്രശ്നം നടന്നിട്ട് അവര് വേറെ സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അതെപ്പോഴും നമ്മുടെ യോഗരാജ് ഭട്ട് പടത്തിൽ ഉണ്ടാവാറുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റിംഗ് ഉണ്ടാവും. വേറെ ഊർ ഹോഗ്താരെ. അപ്പൊ അതാണ് സംഭവം. അത് മാത്രമേ നമുക്ക് മനസ്സിലായുള്ളൂ. ಏನೋ ಪ್ರಶ್ನೆ തന്നെ ഒന്ന് പറയാൻ തോന്നുന്നു. ಅപ്പൊ ಏನೋ ಪ್ರಶ್ನೆ ಇದೆ ಅಲ್ಲಿಂದು ಬೇರೆ ಊರಿಗೆ ಹೋಗ್ತಾರೆ. ಒಬ್ರು ಜನ ಬೇರೆ ಊರಿಗೆ ಹೋಗಿದ್ದಾರೆ ಅಷ್ಟೇ. അതാണ് മനസ്സിലായത്. ബാക്കി ഫുള്ള് റൊമാൻറ്റിക് കോമഡി എല്ലാം ഉണ്ടാവും തോന്നുന്നുണ്ട്. വേറൊരു വൈബ് നമുക്ക് കാണാൻ പറ്റും. എന്നാലും അദ്ദേഹം ഏത് വൈബ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതാണ് സംഭവം. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. കണ്ടല്ല വരുമ്പോ കണ്ടു നോക്കാം. പക്ഷെ വളരെ സൂൺ ആട്ടോ വരാൻ പോകുന്നത്. 8th March എന്ന് പറയുമ്പോൾ വെരി സൂൺ ആണെങ്കിലും എന്തുകൊണ്ട് ക്യാരക്ടർ ടീസർ ഇറക്കി, ഡയറക്റ്റ് ടീസറോ ട്രെയിലറോ ഇറക്കണ്ട്. അപ്പം ചിലപ്പോ ഇനി അടുത്തടുത്ത് തന്നെ സംഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇന്നൊന്നല്ല ഇറക്കിയതുണ്ട്. ഇന്നലെയാണ്, എനിക്കറിയില്ല. ഇന്നലെ പിന്നെ ശിവണ്ണയുടെ ആയതുകൊണ്ട് നമ്മളത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ കുഴപ്പമില്ല, കുറച്ച് വൈകിയാലും പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ശിവണ്ണയല്ലേ, അപ്പൊ പ്രശ്നമില്ല ഇറക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ.